എടുക്കാൻ പോകുന്നത് ന്യൂ SCERT 8ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററായ മൂലകങ്ങളും സംയുക്തങ്ങളും എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അപ്പോൾ ഇത് വലിയൊരു ചാപ്റ്ററാണ്. എന്നാൽ നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് നോക്കിക്കൊണ്ട് നമുക്ക് അത്യാവശ്യമൊക്കെ നല്ല രീതിക്ക് ഇതെടുത്ത് മുന്നോട്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് വൺ പറയണത് ഒരു ശുദ്ധപദാർത്ഥത്തിന്റെ അടിസ്ഥാന ഗുണങ്ങളെല്ലാം ഉള്ളതും സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയുന്നതും സ്ഥിരതയുള്ളതുമായ ഏറ്റവും ചെറിയ കണികകളാണ് തന്മാത്രകൾ എന്നാണ്. ഓക്കെ, ഒരു ശുദ്ധപദാർത്ഥത്തിന്റെ അടിസ്ഥാന ഗുണങ്ങളെല്ലാം ഉള്ളതും അതുപോലെ തന്നെ അതിന് സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയുന്നതുമായതും സ്ഥിരതയുള്ളതുമായ ഏറ്റവും ചെറിയ കണികകളാണ് എന്ത്? തന്മാത്രകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നും കൂടിയും പറയാം. ഒരു ശുദ്ധപദാർത്ഥത്തിന്റെ അടിസ്ഥാന ഗുണങ്ങളെല്ലാം ഉള്ളതും സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയുന്നതും സ്ഥിരതയുള്ളതുമായ ഏറ്റവും ചെറിയ കണികകളാണ് എന്ത്? തന്മാത്രകൾ. ഇനി നമ്മൾക്ക് രാസപ്രവർത്തനത്തിലൂടെ പുതിയ തന്മാത്രകൾ ഉണ്ടാവുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണമാണ്. നന്നായി ഉരച്ചു വൃത്തിയാക്കിയ മഗ്നീഷ്യം റിബൺ കത്തിക്കുക. അപ്പൊ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മഗ്നീഷ്യം ഓക്സിജനുമായി ചേർന്നിട്ട് മഗ്നീഷ്യം ഓക്സൈഡ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, മഗ്നീഷ്യം ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് എന്തുണ്ടാവുന്നു? മഗ്നീഷ്യം ഓക്സൈഡ് ആയി മാറുന്നു എന്നുള്ളതാണ്. അതായത് തന്മാത്രകൾ തമ്മിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ പുതിയ തന്മാത്രകൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, തന്മാത്രകൾ തമ്മിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ പുതിയ തന്മാത്രകൾ ഉണ്ടാവുന്നു എന്നുള്ളതിന് ഉദാഹരണമാണ് മഗ്നീഷ്യം ഓക്സിജനും കൂടി ചേർന്ന് കഴിഞ്ഞാൽ മഗ്നീഷ്യം ഓക്സൈഡ് എന്ന വെളുത്ത പൊടി കിട്ടുന്നു എന്നുള്ളത്. ഓക്കെ, അടുത്തത് പറയുന്നത് ഇതുപോലെ തന്നെ തന്മാത്രകളെ നമുക്ക് വിഘടിപ്പിച്ച് പുതിയ തന്മാത്രകൾ ഉണ്ടാക്കാം എന്ന് കഴിയുമോ എന്നുള്ള പരീക്ഷണമാണ് അടുത്തത്. അത് ഫസ്റ്റ് വൺ പറയണത് ഈർപ്പരഹിതമായ ഒരു ബോയിലിംഗ് ട്യൂബിൽ അല്പം പഞ്ചസാര എടുക്കുക. ബോയിലിംഗ് ട്യൂബിന്റെ വായ്ഭാഗത്ത് ഒരു കഷ്ണം പഞ്ഞി വെക്കുക. ബോയിലിംഗ് ട്യൂബിനെ ഏതാനും മിനിറ്റുകൾ ശക്തിയായി ചൂടാക്കുക. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഓക്കെ, ഒന്നും കൂടി പറയാം. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ടെസ്റ്റ് ട്യൂബിൽ, ബോയിലിംഗ് ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പഞ്ചസാര ഇടുന്നു. അതിന്റെ വായ്ഭാഗത്ത് പഞ്ഞി കൊണ്ട് കെട്ടിവെക്കുന്നു. ദെൻ നമുക്കൊന്ന് ചൂടാക്കി നോക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചസാര ചൂടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് കാർബണവും ജലവുമാണ്. ഓക്കെ, നമുക്ക് കിട്ടുക എന്താണ്? പഞ്ചസാര ചൂടാക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? കാർബണും ജലവുമാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത്. പഞ്ചസാര ചൂടാക്കിയപ്പോൾ നമുക്ക് കാർബണും ജലവുമാണ് കിട്ടുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത നോക്കിയൊക്കെ, പഞ്ചസാര തന്മാത്രകളെ രാസപ്രവർത്തനത്തിലൂടെ വിഘടിപ്പിക്കാനാകുമെന്ന് ഈ പരീക്ഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അതായത് നമ്മൾ ഇവിടെ പറഞ്ഞ കാര്യം തന്നെ, തന്മാത്രകളെ വിഘടിപ്പിച്ച് നമുക്ക് പുതിയ തന്മാത്രകൾ ഉണ്ടാക്കാൻ കഴിയും. ഇനി അടുത്തത് നോക്കിയേ, മറ്റൊരു പരീക്ഷണമാണ് ഇതേപോലെ തന്നിരിക്കുന്നത്. ഒരു ടെസ്റ്റ് ട്യൂബിൽ അല്പം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്ത് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം മഗ്നീഷ്യം ഇടുക. ടെസ്റ്റ് ട്യൂബിന്റെ വായ്ഭാഗത്ത് കത്തുന്ന ഒരു ചന്ദനത്തിരി കാണിക്കുക. എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? ഒരു ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ എന്താ എടുക്കുന്നത്? HCl എടുക്കുന്നു. അതിലോട്ട് എന്ത് ചെയ്യുന്നു? ഒരു മഗ്നീഷ്യം ചേർക്കുന്നു. മഗ്നീഷ്യം ചേർത്ത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന്റെ വായ്ഭാഗത്ത്, ടെസ്റ്റ് ട്യൂബിന്റെ വായ്ഭാഗത്ത് എന്ത് ചെയ്യുന്നു? ഒരു ചന്ദനത്തിരി ഇങ്ങനെ കാണിക്കുന്നു. ഓക്കെ, ചന്ദനത്തിരി കാണിക്കുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നു എന്നാണ്. അപ്പൊ മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും ചേർന്നിട്ട് നമുക്ക് മഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജനുമാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇവിടെ ഇവർ രണ്ടുപേരും HCl-ഉം മഗ്നീഷ്യവും ചേർന്ന് കഴിഞ്ഞാൽ മഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ടാവുന്നുണ്ട്, ഹൈഡ്രജൻ ഉണ്ടാവുന്നു. പിന്നീട് നമ്മൾ ഈ ഹൈഡ്രജൻ വാതകത്തെ നമ്മൾ ഒരു ഈർപ്പരഹിതമായ ടെസ്റ്റ് ട്യൂബിൽ ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഹൈഡ്രജൻ വാതകത്തെ ഈർപ്പരഹിതമായ ഒരു ടെസ്റ്റ് ട്യൂബിൽ ശേഖരിച്ചിട്ട് അതിൻ്റെ അറ്റത്ത് ഒരു ചന്ദനത്തിരി കത്തിച്ച് കാണിക്കുമ്പോൾ നമ്മൾ എന്താ സംഭവിക്കുന്നത്? ഹൈഡ്രജനും ഓക്സിജനുമായി പ്രവർത്തിച്ചിട്ട് ജലം ഉണ്ടാകുന്നു. ഓക്കെ, ഹൈഡ്രജൻ ഓക്സിജനുമായി പ്രവർത്തിച്ച് എന്തുണ്ടാകുന്നു? ജലം ഉണ്ടാകുന്നു. കാരണം എന്താണ്? നമ്മൾ കത്തിച്ചിട്ട് ഹൈഡ്രജനെ ഈർപ്പരഹിതമായ ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ചന്ദനത്തിരി കാണിക്കുന്നു. ഓക്സിജന്റെ സാന്നിധ്യത്തിൽ എന്ത് ചെയ്യുന്നു? ടെസ്റ്റ് ട്യൂബിന്റെ വശങ്ങളിലെല്ലാം ജലത്തുള്ളികളാണ് ഉണ്ടാവുന്നത്. അത് ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് കഴിഞ്ഞാൽ ജലം കിട്ടുന്നു. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, ജലം ഒന്നിലധികം ഘടകങ്ങൾ ചേർന്ന പദാർത്ഥമാണെന്ന്. ഇമ്പോർട്ടന്റ് ആണ്. പദാർത്ഥമാണെന്ന് തെളിയിച്ചതാണ് ആര്? ഹെൻറി കാവൻഡിഷ്. ജലം ഒന്നിലധികം ഘടകങ്ങൾ ചേർന്ന പദാർത്ഥമാണെന്ന് തെളിയിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജൻ വാതകത്തെ ഓക്സിജനിൽ ജ്വലിപ്പിച്ച് നടത്തിയ പരീക്ഷണമായിരുന്നു ജലത്തിന്റെ ഘടകങ്ങളെ കുറിച്ച് അറിവിലേക്ക് ശാസ്ത്രലോകത്തെ നയിച്ചത്. ഓക്കെ, അതേപോലെ തന്നെ ഹൈഡ്രജൻ വാതകത്തെ ഓക്സിജനിൽ ജ്വലിപ്പിച്ചുകൊണ്ടാണ് ജലം ഒന്നിലധികം ഘടകങ്ങൾ ചേർന്ന പദാർത്ഥമാണെന്നുള്ളത് തിരിച്ചറിഞ്ഞത്. ഓക്കെ, അടുത്ത നോക്കിയേ, ഹംഫ്രി ഡേവിയെ കുറിച്ചിട്ടാണ്. 1806 ഹംഫ്രി ഡേവി എന്ത് ചെയ്തു? ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടു. ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടു. അപ്പോൾ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഘടിപ്പിക്കാം എന്ന് കണ്ടെത്തി. ഓക്കെ, ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടപ്പോൾ എന്ത് കിട്ടി? ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആയിട്ട് ജലം വിഘടിച്ചു എന്നുള്ളത് കണ്ടെത്തി. അങ്ങനെ കണ്ടെത്തിയത് ആരാണ് സാർ? ഹംഫ്രി ഡേവിയാണ്. ജലം ഒന്നിലധികം ഘടകങ്ങൾ ചേർന്ന പദാർത്ഥമാണെന്ന് പറഞ്ഞത് ആരാണ്? ഹെൻറി കാവൻഡിഷും. അതേസമയം ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഘടിപ്പിക്കാം എന്ന് കണ്ടെത്തിയത്
സർ ഹംഫ്രി ഡേവിയാണ്. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്നത് അതിസൂക്ഷ്മ കണങ്ങളായ ആറ്റങ്ങൾ കൊണ്ടാണ്. ഓക്കെ, തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിസൂക്ഷ്മ കണങ്ങളായ ആറ്റങ്ങൾ കൊണ്ടാണ്. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ട് തന്നെയാണ്? ആറ്റങ്ങൾ കൊണ്ട് തന്നെയാണ്. ഇനി നമുക്ക് പറയാം, വിഭജിക്കാൻ കഴിയാത്ത എന്ന അർത്ഥം വരുന്ന അറ്റമോസ് എന്ന പദത്തിൽ നിന്നാണ് ഗ്രീക്ക് പദത്തിൽ നിന്നാണ് എന്തുണ്ടായത്? ആറ്റം എന്ന വാക്ക്. അപ്പൊ ആറ്റം എന്ന വാക്കിന്റെ മീനിങ് എന്താ? വിഭജിക്കാൻ കഴിയാത്തത് എന്നുള്ള ഒരു മീനിങ് ആണ് തരുന്നത്. അറ്റമോസ് എന്നിട്ടുള്ള ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഇതുണ്ടായിട്ടുള്ളത്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നുണ്ട്, എല്ലാ പദാർത്ഥങ്ങളും അവിഭാജ്യമായ സൂക്ഷ്മകണങ്ങളായ ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് എന്ന സിദ്ധാന്തം ഡെമോക്രിറ്റസ് ആണ് ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത്. ഓക്കെ, എല്ലാ പദാർത്ഥങ്ങളും അവിഭാജ്യമായ സൂക്ഷ്മ കണങ്ങളായ ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് എന്ന സിദ്ധാന്തം ഡെമോക്രിറ്റസ് മുന്നോട്ട് വെച്ചു. എന്നാൽ ആറ്റത്തിന്റെ സ്വഭാവത്തെ വിശദീകരിക്കുന്നതിനായി, എന്തിനാണ്? ആറ്റത്തിന്റെ സ്വഭാവത്തെ വിശദീകരിക്കുന്നതിനായിട്ട് 1807 ജോൺ ഡാൾട്ടൺ ആണ് അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ഓക്കെ, ആറ്റത്തിന്റെ സ്വഭാവത്തെ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജോൺ ഡാൾട്ടൺ അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ഡാൾട്ടന്റെ ആറ്റം സിദ്ധാന്തം ആധുനിക രസതന്ത്രത്തിലെ പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളിലാണ്. ഓക്കെ, ഡാൾട്ടന്റെ സിദ്ധാന്തമാണ് ഇത് അറ്റോമിക സിദ്ധാന്തം. അതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ആറ്റത്തിന്റെ സ്വഭാവത്തെ വിശദീകരിക്കുന്നതാണ്. ഓക്കെ, ഇനി ഡാൾട്ടൺ മുന്നോട്ട് വെച്ച ആശയങ്ങളാണ് നൽകിയിട്ടുള്ളത്. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, എല്ലാ പദാർത്ഥങ്ങളും എന്താണ്? ആറ്റം എന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഓക്കെ, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണിക ഏതാണ്? ആറ്റമാണ്. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ സാധ്യമല്ല. ഓക്കെ, രാസപ്രവർത്തന വേളയിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ആറ്റത്തെ വിഭജിക്കാൻ സാധ്യമല്ല. അതുപോലെ തന്നെ ആറ്റത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ആറ്റത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. അടുത്തത് പറയുന്നത്, ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം വലുപ്പത്തിലും ഗുണത്തിലും ഒരേ മാസിലും ഒരുപോലെ ആയിരിക്കും. ഓക്കെ, ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം വലുപ്പത്തിലും ഗുണത്തിലും മാസിലും ഒരുപോലെ ആയിരിക്കും. എന്നാൽ വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വലുപ്പത്തിലും ഗുണത്തിലും മാസിലും എന്തായിരിക്കും? വ്യത്യസ്തമുള്ളവരായിരിക്കും. ഓക്കെ, ആദ്യം പറയുന്ന എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രാസപ്രവർത്തന വേളത്തിൽ ആറ്റത്തെ വിഭജിക്കാൻ സാധിക്കില്ല. അതുപോലെ ആറ്റത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ നമുക്ക് കഴിയില്ല. ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം വലുപ്പത്തിലും ഗുണത്തിലും മാസിലും ഒരുപോലെ ആയിരിക്കും. എന്നാൽ വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വലുപ്പത്തിലും ഗുണത്തിലും മാസിലും വ്യത്യസ്തമായിരിക്കും. അടുത്തത് തന്മാത്ര, ഒരു തന്മാത്രയിലെ ആറ്റങ്ങൾ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ പറയേണ്ട, ഹൈഡ്രജന്റെ 2 ആറ്റങ്ങളും ഓക്സിജന്റെ ഒരാറ്റവും ചേർന്നാണ് ഒരു ജലതന്മാത്ര രൂപപ്പെട്ടിരിക്കുന്നത്, അല്ലെ? H2O എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്മാത്രയും ഒരു തന്മാത്രയിലെ ആറ്റങ്ങളും എന്നുള്ളതാണ്. അമോണിയ എന്ന് പറയുന്നത് എന്താണ്? NH3 ആണ്, അല്ലെ? നൈട്രജന്റെ ഒരാറ്റവും ഹൈഡ്രജന്റെ 3 ആറ്റങ്ങളും. ഓക്സിജൻ, നമുക്ക് O2, ഓക്സിജന്റെ 2 ആറ്റങ്ങളാണ്. ക്ലോറിൻ Cl2 എന്താണ്? ക്ലോറിന്റെ 2 ആറ്റങ്ങളാണ്. മീഥേൻ CH4 ആണ്. കാർബണിന്റെ ഒരാറ്റവും ഹൈഡ്രജന്റെ 4 ആറ്റങ്ങളും. ഹൈഡ്രജൻ H2 എന്നാണ് നമ്മൾ പറയാ, ഹൈഡ്രജന്റെ 2 ആറ്റങ്ങൾ. കാർബൺ ഡൈ ഓക്സൈഡ് CO2, അതിലെന്താണ്? കാർബണിന്റെ ഒരാറ്റവും ഓക്സിജന്റെ 2 ആറ്റങ്ങളും. ഓക്കെ, അപ്പൊ തന്മാത്രകളും തന്മാത്രയിലെ ആറ്റങ്ങളും എന്നുള്ളത് നമ്മൾ കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. നെക്സ്റ്റ് പറയുന്നത്, ഒരേ ഇനം ആറ്റങ്ങൾ. ഓക്കെ, ശ്രദ്ധിക്കണം, ഒരേ ഇനം ആറ്റങ്ങൾ കൊണ്ട് മാത്രം നിർമ്മിതമായ ശുദ്ധ പദാർത്ഥങ്ങളാണ് എന്ത്? മൂലകങ്ങൾ. ഒരേ ഇനം ആറ്റങ്ങൾ കൊണ്ട് മാത്രം നിർമ്മിതമായിട്ടുള്ള ശുദ്ധ പദാർത്ഥങ്ങളാണ് മൂലകങ്ങൾ. ഇവയെ രാസപ്രവർത്തനങ്ങളിലൂടെ വിഘടിപ്പിച്ച് നമുക്ക് ഘടകങ്ങളാക്കി മാറ്റാൻ കഴിയില്ല. ഓക്കെ, ഒരേ ഇനം ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമായ ശുദ്ധ പദാർത്ഥങ്ങളാണ് മൂലകങ്ങൾ. ഇവയെ നമുക്ക് ഒരിക്കലും രാസപ്രവർത്തനത്തിൽ വിഘടിപ്പിക്കാൻ കഴിയില്ല. അടുത്തത് പറയുന്നത്, 2 അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ രാസപ്രവർത്തനത്തിലൂടെ ഒരു നിശ്ചിത അനുപാതത്തിൽ ചേർന്നുണ്ടാകുന്ന ശുദ്ധ പദാർത്ഥമാണെന്ത്? സംയുക്തങ്ങൾ എന്ന് പറയുന്നത്. 2 അതിലധികം മൂലകങ്ങൾ രാസപ്രവർത്തനത്തിലൂടെ ഒരു നിശ്ചിത അനുപാതത്തിൽ ചേർന്നുണ്ടാകുന്ന ശുദ്ധ പദാർത്ഥങ്ങളാണെന്ത്? സംയുക്തങ്ങൾ. ഓക്കെ, നേരത്തെ ഞാൻ മൂലകങ്ങൾ എന്ന് പറഞ്ഞു പോയി തോന്നുന്നു. അപ്പൊ സംയുക്തങ്ങളാണ്. ഇവയെ രാസപ്രവർത്തനത്തിലൂടെ ഘടകമൂലങ്ങളാക്കി മാറ്റാൻ കഴിയും എന്നുള്ളതാണ്. സംയുക്തങ്ങളെ നമുക്ക് ഘടകങ്ങളാക്കി മാറ്റാൻ കഴിയും. അടുത്തത് ഒരു പട്ടിക തന്നിരിക്കുകയാണ്, മൂലകങ്ങളും സംയുക്തങ്ങളും. അതിൽ ഫസ്റ്റ് വൺ ഓക്സിജൻ ആണ്. ഓക്സിജൻ ഒരു മൂലകം എന്നറിയാം. അടുത്തത് പറയുന്ന ജലമാണ്. ജലം ഒരു സംയുക്തമാണ്. 1 2 അതിലധികമോ മൂലകങ്ങൾ ചേർന്നിട്ടുള്ളതാണ്. ഓക്കെ, അടുത്തത് കറിയുപ്പും എന്താണ്? സംയുക്തമാണ്, NaCl. പഞ്ചസാര എന്ന് പറയുന്നതും എന്താണ്? സംയുക്തമാണ്, C12 H22 പിന്നെ എന്താ? ഓക്സിജൻ 11. ഓക്കെ, ഇതാണ് പഞ്ചസാര. ഓക്കെ,
അടുത്തത് പറയുന്നത് കാർബൺ ആണ്. കാർബൺ മൂലകമാണ്. നൈട്രജൻ മൂലകമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും എന്താണ്? CO2. അതെന്താണ്? സംയുക്തമാണ്. അമോണിയ എന്താണ്? സംയുക്തമാണ്. NH3. ദെൻ മഗ്നീഷ്യം ഓക്സൈഡും എന്താണ്? സംയുക്തമാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. പ്രതീകങ്ങളാണ്. ഇത് നമ്മൾ ചുറ്റുഭാഗത്ത് കാണപ്പെടുന്ന പ്രതീകങ്ങളാണ്. അത്ര ഇതില്ല. എന്താന്ന് നമുക്ക് നോക്കാം. എന്താ പ്രതീകങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു? ആശയവിനിമയങ്ങൾക്കായിട്ട് ധാരാളം ചിഹ്നങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുക, അല്ലെ? പെട്ടെന്നുള്ള ജീവിത സാഹചര്യം പെട്ടെന്ന് മനസ്സിലാക്കാനൊക്കെ നമ്മൾ ധാരാളം ചിഹ്നങ്ങളാണ് യൂസ് ചെയ്യുക. ഒരു ആശയത്തെ ലളിതമായും വ്യക്തമായും സൂചിപ്പിക്കുന്നതിനായി ചിഹ്നങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു. ഒരു ആശയത്തെ നമ്മൾ ലളിതമായിട്ടും വ്യക്തമായിട്ടും സൂചിപ്പിക്കാനാണ് ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ചിഹ്നങ്ങൾ ആശയ സംവേദനം നമുക്ക് എളുപ്പമാക്കി തരുന്നു. അതുപോലെ തന്നെയാണ് മൂലകങ്ങളെ സൂചിപ്പിക്കുന്നതും ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവ നമ്മൾ പ്രതീകങ്ങൾ എന്ന പേരിലാണ് പറയുന്നത്. ഓക്കെ, അവിടെ ഇവിടുത്തെ മൂലകങ്ങളെ സൂചിപ്പിക്കുന്ന ചിഹ്നങ്ങളെ നമ്മൾ പറയുന്നത് എന്താണ്? പ്രതീകങ്ങൾ എന്നാണ് പറയുന്നത്. ഓക്കെ, പ്രതീകം ഒരു മൂലകത്തിന്റെ ഒരു ആറ്റത്തെ സൂചിപ്പിക്കുന്നു. പ്രതീകം എന്ത് ചെയ്യുന്നു? മൂലകത്തിന്റെ ഒരാറ്റത്തെ സൂചിപ്പിക്കുന്നതിനാണ് പ്രതീകം ഉപയോഗിക്കുന്നത്. അപ്പൊ അക്ഷരങ്ങൾ ഉപയോഗിച്ച് മൂലകങ്ങളെ സൂചിപ്പിക്കുന്ന ആധുനിക പ്രതീക സമ്പ്രദായം. ഓക്കെ, ആധുനിക പ്രതീക സമ്പ്രദായം, ആധുനികം കൂടി നമുക്ക് ഉൾപ്പെടുത്താം. ആധുനിക പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ച ആരാണ്? ബേഴ്സിലിയസ് ആണ്. ഓക്കെ, മൂലകങ്ങളുടെ ആധുനിക പ്രതീക സമ്പ്രദായം കൊണ്ടുവന്നത് ആരാണ്? ബേഴ്സിലിയസ് എന്ന ശാസ്ത്രജ്ഞനാണ്. ഓക്കെ, ഇനി പ്രതീകങ്ങൾ വന്ന വഴിയാണ് പറയുന്നത്. ഇപ്പോൾ ഹൈഡ്രജൻ എന്ന മൂലകത്തെ H എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കാം കേട്ടോ. ഇംഗ്ലീഷ് പേരിന്റെ ആദ്യത്തെ അക്ഷരം പ്രതീകമായി പ്രയോഗിച്ചിരിക്കുന്ന മറ്റു മൂലകങ്ങളെ നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, കാർബൺ ആണ്. കാർബണിൽ നമ്മൾ C ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇംഗ്ലീഷിലെ ആദ്യ പേര്. നൈട്രജൻ N എടുത്തു. ഓക്കെ, സൾഫർ S എടുത്തു. ഓക്സിജൻ O എടുത്തു. ഇനി നമുക്ക് വേറൊരാളെയും കൂടി പറയാണെങ്കിൽ ബോറോൺ. ബോറോൺ ആണെങ്കിൽ B എടുത്തു. സോറി, ഇവിടെ ഇംഗ്ലീഷ് എഴുതായിരുന്നു അല്ലേ? ബോറോൺ B ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിലൊക്കെ എന്താ ചെയ്തത്? മൂലകങ്ങളുടെ ഇംഗ്ലീഷ് ലെറ്ററിന്റെ ഫസ്റ്റ് ലെറ്റർ എടുത്തിട്ടുള്ളതാണ് നമ്മൾ എടുത്തത്. ഇനി നെക്സ്റ്റ് നോക്കിയേ, അടുത്ത പ്രതീകമാണ്. അടുത്ത പ്രതീകം നോക്കി. ഹീലിയം എന്ന് പറയണേ മൂലകത്തെ സൂചിപ്പിക്കുന്ന He ആണ്. അതായത് ഇംഗ്ലീഷ് പേരിന്റെ ആദ്യ അക്ഷരം മാത്രമല്ല ഉപയോഗിച്ചിട്ടുണ്ട്, അതിന്റെ ഇടയിലുള്ള അക്ഷരങ്ങളെ പിടിച്ചെടുത്തുള്ളൂ. ഓക്കെ, അപ്പൊ നോക്കാം നമുക്ക്. അലുമിനിയം ആണ്. അലുമിനിയം നമ്മൾ Al ആണ്. ഓക്കെ, Al ഫസ്റ്റത്തെ 2 ലെറ്റേഴ്സാണ് യൂസ് ചെയ്തത്. ക്ലോറിൻ ആണ്. Cയും ഇടയിൽ പിടിച്ചിട്ടുള്ള Lഉം കൂട്ടി Cl എടുത്തു. ദെൻ ക്യൂറി ആണ്. C എടുത്തു, അറ്റത്തിലെ M എടുത്തു, Cm എന്ന് ഇട്ട്. കാൽസ്യം എന്ന് പറയുന്നത് Ca എടുത്തു, ഫസ്റ്റത്തെ 2 ലെറ്റേഴ്സ് എടുത്തു. ഓക്കെ, ഇനി അടുത്തത് നോക്കിക്കേ. ലാറ്റിൻ പേരിൽ നിന്ന് വന്നിട്ടുള്ള മൂലകങ്ങളാണ്. ഓക്കെ, ഇതിൽ നിന്നാണ് ലാറ്റിൻ പേരിൽ നിന്ന് വന്നിട്ടുള്ള മൂലകങ്ങളാണ്. സോഡിയം, നാട്രിയം എന്നാണ് ലാറ്റിൻ പേര്. സോ പ്രതീകം എന്തായി? Na എന്ന് യൂസ് ചെയ്തു. പൊട്ടാസ്യം, കാലിയം എന്നാണ്, K എടുത്തു. ദെൻ ഇരുമ്പ്, ഫെറം എന്നാണ്, അതിൽ Fe എടുത്തു. സ്വർണം, ഓറം എന്നാണ്, Au എടുത്തു. കോപ്പർ, കുപ്രം എന്നാണ്, ദെൻ Cu എടുത്തു. ഇനി നമുക്ക് ഒരാളെയും കൂടി നോക്കാം. ആരാണ്? വെള്ളി ആയിക്കോട്ടെ, വെള്ളി എടുത്തു. വെള്ളി എന്ന് പറഞ്ഞത് അർജന്റമാണ്. സോ നമ്മൾ എന്തെടുത്തു? Ag എന്ന് എടുത്തു. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ലാറ്റിൻ പേരുള്ളത് നോക്കി. അപ്പൊ സോഡിയം എന്താണ്? നാട്രിയം, പൊട്ടാസ്യം, കാലിയം, ഇരുമ്പ്, ഫെറം, സ്വർണം, ഓറം, കോപ്പർ, കുപ്രം, ദെൻ വെള്ളി, അർജന്റം. ഓക്കെ, ഇനി മൂലകങ്ങൾക്ക് പേര് വന്ന വഴി. ഫ്രാൻസിയം ഉണ്ട്, മൂലകം ഉണ്ട്. അത് ഫ്രാൻസ് എന്ന രാജ്യത്തിന് വേണ്ടിയിട്ട്, അല്ലെ? ഐൻസ്റ്റീനെയാണ് ഓർമ്മ വരുന്നത്, ശാസ്ത്രജ്ഞന്റെ പേരാണ്. അപ്പൊ അങ്ങനെ മൂലകങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? പേരിട്ടുന്നു. അപ്പൊ നിറം, ഗ്രഹം, ഉപഗ്രഹം, വൻകര തുടങ്ങിയ ബന്ധപ്പെട്ടും ഒരുപാട് പേരുകൾ നൽകുന്നു. അപ്പൊ ചുവടെ വന്നിരിക്കുന്നത് ഒന്ന് ക്രോമിയം ആണ്. ഇത് ഏത് വഴിയാണ് വന്നെന്ന് ചോദിച്ചാൽ ഇത് നിറത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നിറം ഏതാണ്? നിറം പച്ച നിറമാണ്. ഓക്കെ, പച്ച നിറത്തിലുള്ളതാണ് ക്രോമിയം. ഇറീഡിയം എന്ന് പറയുന്നത് എന്താണ്? മഴവിൽ ലോഹം എന്നാണ് പറയുന്നത്. ഇറീഡിയം എന്താണ്? മഴവിൽ ലോഹമാണ്. നെപ്റ്റ്യൂണിയം എന്ന് പറയുന്നത് അപ്പൊ ഈ രണ്ടും ക്രോമിയം, ഇറീഡിയം ഒക്കെ എന്താണ്? നിറങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വന്നു. നെപ്റ്റ്യൂണിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്? ഒരു ഗ്രഹത്തിന്റെ പേരാണ് നെപ്റ്റ്യൂൺ, അതിൽ നിന്നാണ് വന്നത് എന്ന് മനസ്സിലാക്കാം. ഇനി മൂലകങ്ങളുടെ വർഗീകരണമാണ് പറയുന്നത്. നമുക്ക് ടോട്ടൽ എത്ര മൂലകങ്ങളുണ്ട് പീരിയോഡിക് ടേബിളിൽ? 118 മൂലകങ്ങളാണുള്ളത്. ഓക്കെ, നമുക്ക് എത്ര മൂലകങ്ങളാണുള്ളത്? 118 മൂലകങ്ങളാണ്. അപ്പൊ ഇവയിൽ എന്തുണ്ട്? പ്രകൃതിദത്തമുണ്ട്, മനുഷ്യനിർമ്മിതമായ മൂലകങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ മൂലകങ്ങളെയും അവയുടെ സമയത്തിനെ കുറിച്ച് പ്രത്യേകമായി പഠിക്കുക വളരെ പ്രയാസമാണ്. സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ വർഗീകരിച്ച് ക്രമപ്പെടുത്തിയ പഠനം എളുപ്പമാകുമല്ലോ. അങ്ങനെയാണ് വർഗീകരണത്തെ കുറിച്ചിട്ടാണ്, മൂലകങ്ങളെ എങ്ങനെയാണ് വർഗീകരിച്ച് ക്രമപ്പെടുത്തിയിട്ട് നമ്മുടെ ആവർത്തന പട്ടികയിൽ ഉള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം.
നമുക്ക് ആവർത്തന പട്ടിക തന്നിട്ടുണ്ട്. ഇപ്പൊ പീരിയോഡിക് ടേബിൾ ആണ്. അപ്പൊ നമുക്ക് ഈ പീരിയോഡിക് ടേബിളിൽ ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്കിതിൽ വേണ്ടപ്പെട്ട കുറച്ച് പേരെ നമുക്ക് എടുത്തെടുത്തിട്ടാണ് പറഞ്ഞങ്ങോട്ട് പോവാട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് വണ് നമുക്ക് ഇതിൽ ആദ്യം ഹൈഡ്രജൻ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടില്ലേ. ഇനി നമുക്ക് നോക്കാം ആരാ. ഫസ്റ്റ് വണ് ടെക്നീഷ്യൻ നോക്കാം. എന്താ ടെക്നീഷ്യത്തിന്റെ പ്രത്യേകത? 43ാമതാണ് അറ്റോമിക് നമ്പർ വരുന്നത്. അപ്പൊ ടെക്നീഷ്യത്തിന്റെ പ്രത്യേകത എന്താണ്? ആദ്യത്തെ കൃത്രിമ മൂലകമാണ്. ഓക്കെ, ആദ്യത്തെ ഫസ്റ്റ് കൃത്രിമ മൂലകമാണ് ഇത്. കൃത്രിമ മൂലകം. ഓക്കെ, മൂലകമാണ് ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. നമുക്ക് വേഗം പറഞ്ഞു പോവാവേ, ഇത് ഒരുപാട് ഉണ്ടാവും. അപ്പോൾ അടുത്തത് പറയണത് നമുക്ക് വീണ്ടും ശ്രദ്ധിക്കാനുള്ളത് ഇവിടെ കുറച്ച് പേരെ നമുക്ക് ശ്രദ്ധിക്കാം. ആരെയൊക്കെ നമുക്ക് മെൻഡലേവി എടുക്കാം. മെൻഡലേവിയം നമ്മുടെ മെൻഡലിയഫിന്റെ പേരിലിട്ടതാണ് മെൻഡലേവിയം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ആരെടുക്കാം? സമയം നമുക്ക് പരിമിതമാണ്, എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാം. ഓക്കെ, 118ാമത്തെ മൂലകമാണ്. ഏറ്റവും അവസാനം പീരിയോഡിക് ടേബിൾ ചേർന്നതാണ് ഇത് ഓർഗാനൈസോൺ എന്ന് പറയുന്നത്. ഓർഗാനൈസോൺ ആണ്. അപ്പോൾ അവസാനത്തെ മൂലകമാണിത് ഓർഗാനൈസോൺ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ ഇനി നമുക്ക് 100 ഇവിടെ വരാം. ഇവിടെ ഇപ്പോ ഞാൻ ഉദ്ദേശിച്ച ആളെ കാണാനില്ലല്ലോ. ഓക്കെ നമുക്ക് റൂദർഫോർഡിയം പറയാം. നമുക്ക് റൂദർഫോർഡിനോടുള്ള സ്മരണാർത്ഥം 104ആണ് റൂദർഫോർഡിയം എന്ന് പറയുന്നത്. 104 ഏതാണ്? റൂദർഫോർഡിയം ആണ്. ഓക്കെ, നമുക്ക് 100 നോക്കാം. 100 ഇവിടെ ഉണ്ട് അല്ലെ. ഫെർമിയം ആണ് 100ാമത്തെ മൂലകം. ഓക്കെ, 100ാമത്തെ മൂലകം ഫെർമിയാണ്. നമുക്കൊന്ന് പഠിച്ചേക്കാം. 101 മെൻഡലീവ ആണ്, ഒന്നും പഠിച്ചേക്കാം. ഓക്കെ, 100ഉം 101ഉം ഇമ്പോർട്ടന്റ് ആണ്. 100ാമത്തെ ആണ് ആര്? ഫെർമിയം. 101 നമ്മുടെ മെൻഡലീവയാണ്. ഓക്കെ, ഇത്രയും മതി. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാവേ. അപ്പോൾ മൂലകങ്ങൾ നോക്കിയിട്ട് ഖരം, ദ്രാവകം, വാതകം എന്നുള്ള രീതിയിൽ എടുക്കാം. അപ്പോൾ ഖരമായിട്ടുള്ള കുറച്ച് മൂലകങ്ങൾ നമുക്ക് നോക്കാം. ആരൊക്കെ നമുക്ക് ഖരമായിട്ടുള്ളത്? സൾഫർ ഉണ്ട്. സൾഫർ ഖരമാണ്. സൾഫർ ഉണ്ട്. ദെൻ എന്താണ്? സ്വർണം, അതും ഉണ്ടല്ലോ. സ്വർണം, വെള്ളി, പ്ലാറ്റിനം. നമുക്ക് ജസ്റ്റ് അറിയുന്നവരാണെന്ന് നോക്കാം. വെള്ളി, പ്ലാറ്റിനം ഇവരൊക്കെ എന്താണ്? ഖരത്തിൽ പെട്ടവരാണ്. ഓക്കെ, അടുത്തത് ദ്രാവകമാണ് പറയുന്നത്. ഏതാണ്? ദ്രാവകമാണ്. ദ്രാവകം നമുക്ക് പീരിയോഡിക് ടേബിൾ തന്നെ പോവാം. പീരിയോഡിക് ടേബിൾ നമുക്ക് നോക്കുമ്പോൾ ദ്രാവകങ്ങൾ ഈ നീല കളറിൽ കൊടുത്തവരാണ്. ആരൊക്കെയാണ്? ഫസ്റ്റ് നമ്മുടെ ഗാലിയം ഉണ്ട്, മെർക്കുറി ഉണ്ട്, ദെൻ സീസിയം ഉണ്ട്, ഫ്രാൻസിയം ഉണ്ട്. ഓക്കെ, ഗാലിയം, മെർക്കുറി, സീസിയം, ഫ്രാൻസിയം. ഓക്കെ, അപ്പൊ നമുക്ക് ബ്രോമിൻ ഉണ്ട്. ഓക്കെ, ദ്രാവകങ്ങൾ നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? ഗാലിയം, സീസിയം, ഫ്രാൻസിയം, ബ്രോമിൻ, മെർക്കുറി. ഇതൊക്കെ എന്താ? ദ്രാവക രൂപത്തിൽ കാണപ്പെടുന്നവരാണ് ഈ 5 പേര്. ഇനി വാതക രൂപത്തിൽ ആരൊക്കെയാണെന്നുള്ളതാണ്. വാതക രൂപത്തിൽ നമുക്ക് ഇതൊന്നും തന്നെ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോവാം. വാതകങ്ങളാണ് ഹൈഡ്രജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ഫ്ലൂറിൻ ഉണ്ട്, നിയോൺ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം ആരൊക്കെ? ഹൈഡ്രജൻ, ഓക്സിജൻ, നിയോൺ ഉണ്ട്, ഫ്ലൂറിൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വാതകങ്ങളായിട്ടുള്ളത്. ഓക്കെ, എത്രയും നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, മനുഷ്യനിർമ്മിത മൂലകങ്ങൾ, കൃത്രിമ മൂലകങ്ങൾ ആവർത്തന പട്ടികയിലൂടെ സഹായത്തോടെ കണ്ടെത്തൂ എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് തന്നെ ടെക്നീഷ്യം എന്ന് പറഞ്ഞു. 43 അറ്റോമിക നമ്പർ ആയിട്ടുള്ള ടെക്നീഷ്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. അത് മാത്രം മതി നമുക്കിപ്പോൾ. ഇനി അടുത്ത് പറയുന്നത് മൂലകങ്ങളെ വർഗീകരണത്തിനുള്ള ആദ്യകാല ശ്രമങ്ങൾ നടത്തിയവരിൽ ഒരാളാണ് ആര്? ലാവോസിയെ എന്ന് പറയുന്നത്. അദ്ദേഹം അന്ന് അറിയപ്പെട്ടിരുന്ന മൂലകങ്ങളെ ലോഹങ്ങൾ എന്നും അലോഹങ്ങൾ എന്നും വർഗീകരിച്ചു. അപ്പോൾ മൂലകങ്ങളെ ലോഹങ്ങൾ എന്നും അലോഹങ്ങൾ എന്നും വർഗീകരിച്ചത് ആരാണ്? ലാവോസിയാണ്. ഓക്കെ, മൂലകങ്ങളെ ലോഹങ്ങൾ എന്നും അലോഹങ്ങൾ എന്നും വർഗീകരിച്ചത് ലാവോസിയാണ്. ഇനി അടുത്തത് പറയാം അൻഡോയിൻ ലാവോസിയ, മുഴുവൻ പേരിട്ടാ. അടുത്തത് നോക്കിയേ, ഡോബറൈനർ ആണ്. ഡോബറൈനർ മൂലകങ്ങളെ സമാന ഗുണങ്ങളുള്ള 3 വീതം ഗ്രൂപ്പുകളായി തിരിച്ചിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പുകൾ ത്രികങ്ങൾ എന്നറിയുന്നു. ത്രികങ്ങൾ. ഓക്കെ, ത്രികങ്ങൾ എന്നുള്ള രീതിയിൽ ആവർത്തന പട്ടികയിലെ മൂലകങ്ങളെ വേർതിരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഡോബറൈനർ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ. അടുത്ത ആളാണ് ആര്? നമ്മുടെ ന്യൂലാൻഡ് ആണ്. ന്യൂലാൻഡ് എങ്ങനെ വർഗീകരിച്ച്? അഷ്ടക നിയമപ്രകാരമാണ് വർഗീകരിച്ചത്. ഓക്കെ,
അഷ്ടക നിയമപ്രകാരമാണ്. അതായത് ആരോഹണ ക്രമത്തിൽ ഒരു മൂലകത്തെ ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിക്കുമ്പോൾ എട്ടാമത് വരുന്ന ഓരോ മൂലകവും ഗുണങ്ങളിൽ ആദ്യത്തേതിന്റെ ആവർത്തനമാണെന്നുള്ളതാണ് ന്യൂലാൻഡ് കണ്ടെത്തിയത്. ഇതിനെ സംഗീതത്തിലെ സപ്തസ്വരങ്ങളുമായിട്ട് അദ്ദേഹം താരതമ്യം ചെയ്യുകയും ചെയ്തു. ഓക്കെ, അപ്പൊ അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ചിട്ട് എട്ടാമത് വരുന്ന ഒരു മൂലകം ഗുണങ്ങളിൽ ആദ്യത്തിന്റെ ആവർത്തനമാണെന്ന് കണ്ടെത്തി. സംഗീതത്തിലെ സപ്തസ്വരങ്ങളുമായിട്ടാണ് അദ്ദേഹം ഇത് താരതമ്യം ചെയ്തത്. അതുകൊണ്ട് തന്നെ വർഗീകരണം നടത്തിയത് അഷ്ടക നിയമം എന്നറിയപ്പെടുന്ന നിയമപ്രകാരമാണ് ന്യൂലാൻഡ് നമ്മുടെ വർഗീകരണം നടത്തിയത്. ഓക്കെ, അടുത്തത് മെൻഡലിയേഫ് ആണ്. മെൻഡലിയേഫ് എന്ന ശാസ്ത്രജ്ഞൻ അതുവരെ അറിയപ്പെട്ടിരുന്ന 63 മൂലകങ്ങളെ അവയുടെ അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ച് ഒരു പട്ടിക തയ്യാറാക്കി. ഇങ്ങനെ തയ്യാറാക്കിയപ്പോൾ ഒരേ സ്വഭാവമുള്ള മൂലകങ്ങൾ കൃത്യമായ ഇടവേളകളിൽ ആവർത്തിക്കുന്നതായിട്ടും കണ്ടെത്തി. ഓക്കെ, ഒരേ സ്വഭാവമുള്ള മൂലകങ്ങൾ എന്ത് ചെയ്തു? കൃത്യമായ ഇടവേളകളിൽ ആവർത്തിക്കുന്നുണ്ടെന്ന് കണ്ടെത്തി. 63 മൂലകങ്ങളെയാണ് മെൻഡലിയേഫ് വർഗീകരിച്ചത്. അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലാണ് മെൻഡലിയേഫ് വർഗീകരിച്ചിട്ടുള്ളത്. ഇനി മാസ് നമ്പർ, അറ്റോമിക നമ്പർ. എന്താണ് മാസ് നമ്പർ? എന്താണ്? ആറ്റങ്ങൾ അതിസൂക്ഷ്മ കണങ്ങളായി വിഭജിക്കാൻ കഴിയാത്ത കണങ്ങളാണെന്ന് ആദ്യകാലത്ത് കരുതി പോന്നത്. എന്നാൽ പിന്നീട് ഇവ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നീ ചെറുകണങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. ആറ്റത്തിന് ന്യൂക്ലിയസ് എന്നൊരു കേന്ദ്രമുണ്ടെന്നും വളരെ വലിപ്പം കുറഞ്ഞ ഒരു ന്യൂക്ലിയസിലാണ് പ്രോട്ടോണും ന്യൂട്രോണുകളും കാണപ്പെടുന്നു എന്നും ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും കാണപ്പെടുന്നു എന്നും പ്രോട്ടോണുകളുടെ ചാർജ് പോസിറ്റീവ് ആണെന്നും ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണെന്നും ചാർജില്ലാത്ത കണമാണ് ന്യൂട്രോൺ എന്നും ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം അതിന്റെ അറ്റോമിക നമ്പറായി പരിഗണിക്കുന്നു. പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെ ആകെ എണ്ണമാണ് മാസ് നമ്പർ. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം ഇലക്ട്രോണിന് തുല്യമായിരിക്കും. ഓക്കെ, ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ ആറ്റത്തിന്റെ ഉള്ളിൽ എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് പ്രോട്ടോണും ന്യൂട്രോണും കാണുന്നത്. ന്യൂക്ലിയസിന് പുറത്തായിട്ട് സഞ്ചരിക്കുന്നവരാണ് ആര്? ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, പുറത്തായിട്ടാണ് ആര്? ഇലക്ട്രോൺ ഉള്ളത്. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ്, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ്. ന്യൂട്രോണിന് ചാർജ് ഇല്ല കണമാണെന്ന് മനസ്സിലാക്കി. ദെൻ പ്രോട്ടോണിന്റെ എണ്ണവും ഇലക്ട്രോണിന്റെ എണ്ണവും തുല്യമാണെന്ന് പറഞ്ഞു. അടുത്തത് എന്താ പറയണത്? പ്രോട്ടോണിന്റെ എണ്ണവും ന്യൂട്രോണുകളുടെ എണ്ണവുമാണ് മാസ് നമ്പർ എന്നും പറഞ്ഞു. ഓക്കെ, ആകെയുള്ള പ്രോട്ടോണും ന്യൂട്രോണും ആകെ കൂടിയിട്ടുള്ളതാണ് എന്ത്? മാസ് നമ്പർ എന്നും പറയുന്നു. ഓക്കെ, പ്രോട്ടോണിന്റെ മാത്രം എണ്ണമാണ് എന്ത് എന്ന് പറയുന്നത്? അറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് മെൻഡലിയേഫിന്റെ ആവർത്തന നിയമം. ഓക്കെ, നമുക്ക് ഈ പട്ടിക നോക്കണ്ട, അതിന്റെ സവിശേഷതകൾ നോക്കാം നമുക്ക്. അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലാണ് മൂലകങ്ങളെ വർഗീകരിച്ചത്. അറിയപ്പെടാതിരുന്ന മൂലകങ്ങൾക്കായുള്ള കളങ്ങൾ ഒഴിച്ചിടുകയും അവയുടെ ഗുണങ്ങൾ പ്രവചിക്കുകയും ചെയ്ത വ്യക്തിയാണ് നമ്മുടെ മെൻഡലിയേഫ്. ഓക്കെ, മെൻഡലീഫ്. ഓക്കെ, സമാന ഗുണങ്ങളുള്ള മൂലകങ്ങൾ ഒരേ ഗ്രൂപ്പിൽ വരത്തക്ക വിധം വർഗീകരിച്ച് മൂലകങ്ങളെയും അവയുടെ സംയുക്തങ്ങളെയും കുറിച്ച് പഠനം എളുപ്പമാക്കി. അപ്പോൾ ഒരേ ഗുണങ്ങളുള്ളത്, അതായത് സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ വരത്തക്ക രീതിയിൽ വർഗീകരിച്ചിട്ട് മൂലകങ്ങളും അവയുടെ സംയുക്തങ്ങളെയും കുറിച്ചിട്ടുള്ള പഠനം എളുപ്പമാക്കി തന്നു. ഇനി അടുത്ത അദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിളിന്റെ സവിശേഷതയായിരുന്നു അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമം എല്ലായിടത്തും കൃത്യമായി പാലിക്കപ്പെടുന്നില്ല. ഹൈഡ്രജന് കൃത്യമായ ഒരു സ്ഥാനം നൽകാനും കഴിഞ്ഞില്ല. ഓക്കെ, ആരോഹണക്രമം എല്ലായിടത്തും ഒന്നും ഫലപ്രദമായില്ല. ഹൈഡ്രജന് കൃത്യമായ സ്ഥാനം നൽകാനും കഴിഞ്ഞില്ല. ഗുണങ്ങളിൽ വളരെയധികം വ്യത്യാസമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തേണ്ടി വരികയും ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. മെൻഡലിയേഫ് ആവർത്തന പട്ടിക രൂപീകരിച്ചത് 1869 ഓക്കെ, 1869 മെൻഡലിയേഫ് ആവർത്തന പട്ടിക രൂപീകരിച്ചിട്ടുള്ളത്. അപ്പൊ അന്ന് ഈ ആറ്റങ്ങളുടെ ഘടനയെക്കുറിച്ചോ മൗലികയെക്കുറിച്ചോ തീരെ അറിവുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് പുതിയ കണ്ടെത്തലുകളുടെ അടിസ്ഥാനം മൂലകങ്ങളുടെ ഗുണങ്ങൾ അറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് ആര് കണ്ടെത്തി? ഹെൻറി മോസ്ലി കണ്ടെത്തി. അപ്പോൾ മൂലകങ്ങളുടെ ഗുണങ്ങൾ അറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിട്ടുള്ളതാണെന്നുള്ളത് കണ്ടെത്തിയത് ആരാണ്? ഹെൻറി മോസ്ലിയാണ്. ഇതനുസരിച്ച് അദ്ദേഹം രൂപകൽപ്പന ചെയ്ത ആവർത്തന പട്ടികയാണ് നമ്മുടെ ഇപ്പോഴത്തെ ആധുനിക ആവർത്തന പട്ടിക എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് തന്മാത്രകളുടെ രാസസൂത്രമാണ്. ഓക്കെ, N എന്ന് എഴുതിയാൽ അത് നൈട്രജനെയും നൈട്രജന്റെ ഒരാറ്റത്തെയുമാണ് N സൂചിപ്പിക്കുക. 2N-ഉം N2 തമ്മിൽ വ്യത്യാസമുണ്ടോ എന്നാണ്. 2N എന്ന് പറയുന്നത് 2 സ്വതന്ത്ര നൈട്രജൻ ആറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. 2N എന്ന് പറയും. N2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആറ്റങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മളൊരു മൂലകത്തിന്റെ പേര് എഴുതിയിട്ട്
ഇപ്പൊ നമുക്ക് ഒരു ഇല്ലാത്തൊരു മൂലകം എഴുതാം. ഈ പറഞ്ഞിട്ടൊരു മൂലകം ഇല്ല. അപ്പൊ ഈ എന്ന് പറഞ്ഞൊരു മൂലകം എഴുതിയിട്ട് അതിന്റെ മുന്നിൽ ഒരു നാലാക്കാം. 4 ഇട്ടാൽ കഴിഞ്ഞാൽ വെച്ചാൽ ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു? തന്മാത്രേനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, തന്മാത്രയെ സൂചിപ്പിക്കുന്നു. എന്നാൽ ഈയുടെ താഴെ ഒരു 2 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ 2 എന്തിനെ സൂചിപ്പിക്കുന്നു? ആറ്റത്തെയാണ്. എത്ര ആറ്റങ്ങളാണെന്നുള്ളതാണ്. 2 ആറ്റങ്ങൾ എന്നുള്ള രീതിക്ക് സൂചിപ്പിക്കുന്നു. ഈ ഫ്രണ്ടിലുള്ള ആളെ ആരെ നിന്ന്? തന്മാത്രയെ സൂചിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ 2N2 2 നൈട്രജൻ തന്മാത്രകളെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, 2N2 എന്ത് ചെയ്യുന്നു? 2 നൈട്രജൻ തന്മാത്രകളെ സൂചിപ്പിക്കുന്നു. ഇനി 2N2 അടങ്ങിയിരിക്കുന്ന ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞു 2N2 എന്ന് പറയുന്നതിൽ എത്ര തന്മാത്രകൾ ഉണ്ട് എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 2 താഴെയാണ് വരുന്നത്. 2N2 എന്ന് പറയണതിൽ ഈ ഫ്രണ്ടിലുള്ള ആളാണ് നമ്മുടെ തന്മാത്ര. സോ ആൻസർ എന്തായിരിക്കും? എത്ര തന്മാത്രകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 2 നമ്മൾ എഴുതേണ്ടത്. അതേസമയം ഈ 2N2 എത്ര ആറ്റങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര എണ്ണം എഴുതണം? നമ്മള് 2 ആറ്റങ്ങളാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം നമുക്കൊരു പട്ടിക തന്നണോ. ഹീലിയാണ് 1 ഏകാറ്റോമിക ആണ്. O2 പറയുന്നത് 2 അത് ദ്വയാറ്റോമിക ആണ്. സൾഫർ S8 എന്ന് പറഞ്ഞു അതെന്താണ്? ബഹു അറ്റോമിക ആണ്. 8 ഉണ്ട്. H2 തന്നു അതിലെന്താണ്? 2 ആറ്റങ്ങളാണ്. അപ്പൊ ഇതെന്താണ്? ദ്വയാണ്. അടുത്തത് P4 ആണ് തന്നിരിക്കുന്നത്. P4 പറയുമ്പോൾ 4 ഉണ്ട്. ഇതെന്താണ്? ബഹു ആണ്, ബഹു അറ്റോമിക ആണ്. Ne തന്നു. Ne എന്ന് പറയുന്നത് 1 സോ ഇതെന്താണ്? ഏകാറ്റോമിക ആണ്. Cl2 തന്നു. Cl2 എന്താണ്? 2 അതെന്താണ്? ദ്വയാറ്റോമികമാണ്. ആർഗൺ Ar തന്നു 1 അതെന്താണ്? ഏകാറ്റോമിക ആണ്. ദെൻ O3 തന്നു. O3 ആണ് 3 ആണുള്ളത്. ഇതെന്താണ്? ബഹു അറ്റോമിക ആണ്. ഓക്കെ, ബഹു അറ്റോമിക മൂലമാണ്. ഓക്കെ, മൂലകാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഒരു തന്മാത്രയിൽ ഒരാറ്റം മാത്രമുള്ള മൂലകങ്ങളാണ് ഏകാറ്റോമിക തന്മാത്രകൾ എന്ന് മനസ്സിലായല്ലോ. ദ്വയാറ്റോമിക മൂലകങ്ങളും ബഹു ആറ്റോമിക മൂലകങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പൊ എന്താണ്? 2 കൂടുതലുള്ളതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, 2 ആറ്റങ്ങൾ ഉള്ളതാണ് ദ്വയാറ്റോമികം. 2 കൂടുതലാണെങ്കിൽ അത് ബഹു അറ്റോമികം. ഇനി തന്മാത്രാ രാസസൂത്രം ഒരു പദാർത്ഥത്തിന്റെ ഒരു തന്മാത്രയെ സൂചിപ്പിക്കുന്നു. തന്മാത്രാ രാസസൂത്രം ഒരു പദാർത്ഥത്തിന്റെ ഒരു തന്മാത്രയാണ് സൂചിപ്പിക്കുന്നത്. ഇനി മൂലകങ്ങളുടെ രാസസൂത്രമാണ് പറയുന്നത്. ഏകാറ്റോമി തന്മാത്രകളിൽ പ്രതീകങ്ങളിൽ ഇടതുവശത്ത് എഴുതുന്ന തന്മാത്രകളുടെ എണ്ണം സൂചിപ്പിക്കുന്നു. ഇത് തന്നെയായിരിക്കും ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത്. ഏകാറ്റോമിക തന്മാത്രകൾ 2HCHE എന്ന് പറഞ്ഞു, ഹീലിയം പറഞ്ഞു. അപ്പൊ 2 ഹീലിയം ആറ്റങ്ങളും 2 തന്മാത്രകളും 2 ഹീലിയം തന്മാത്രകളും 3 Ne എന്ന് പറഞ്ഞാൽ 3. കാരണം ഇവ രണ്ടും എന്താണ്? ഏകാറ്റോമിക മൂലകങ്ങളാണ്. ഓക്കെ, അവരുടെ കേസിൽ എപ്പോഴും ഈ വലതുവശത്ത് വരുന്ന ഒരൊറ്റ സാധനത്തെ നമ്മൾ അവയുടെ ആറ്റങ്ങളായിട്ടും അതേസമയം അവയുടെ തന്മാത്രകളുമായിട്ടും നമ്മൾ കണക്കാക്കുന്നു. ഇനി അടുത്ത് നോക്കിക്കേ, ഒരു തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണമാണ് അതിന്റെ അറ്റോമികത. എന്താണ് അറ്റോമികത? ഒരു തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണമാണ് അറ്റോമികത എന്ന് പറയുന്നത്. ദ്വയാറ്റോമിക ബഹു അറ്റോമിക മൂലകങ്ങൾ പ്രതീകത്തിന്റെ വലതുഭാഗത്ത് താഴെയായി അറ്റോമികത എഴുതിയാൽ അവയുടെ രാസസൂത്രം ലഭിക്കുന്നു. ഓക്കെ, ഒരു തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണമാണ് അതിന്റെ അറ്റോമികത എന്ന് പറയുന്നത്. ദ്വയാറ്റോമിക ബഹു അറ്റോമിക മൂലകങ്ങളിൽ എന്ത് ചെയ്യുന്നു? പ്രതീകത്തിന്റെ വലതു ഭാഗത്ത് താഴെയായി അറ്റോമികത എഴുതി അവയുടെ രാസസൂത്രം കിട്ടുന്നു. തന്മാത്രകളുടെ ആകെ എണ്ണം രാസസൂത്രത്തിന്റെ ഇടതുവശത്തായിട്ടും എഴുതുന്നു. അപ്പൊ ഇനി നമുക്ക് നോക്കാം. 3O2 എന്ന് പറഞ്ഞു. അതിൽ എത്ര തന്മാത്രകളുണ്ട്? 3 ഓക്സിജൻ തന്മാത്രകളുണ്ട്. ഇനി അതിൽ എത്ര ആകെ ആറ്റങ്ങൾ എത്ര എണ്ണം ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ 3 × 2. ഓക്കെ, 3 × 2 6 ഓക്സിജൻ ആറ്റങ്ങളുണ്ട്. ഓക്കെ, 6 ഓക്സിജൻ ആറ്റങ്ങൾ. അടുത്തത് പറയണ 5 Cl2 എന്നാണ് പറയുന്നത്. 5 Cl2 ആണ്. അപ്പൊ എത്രയുണ്ട്? 5 ക്ലോറിൻ തന്മാത്രകളാണുള്ളത്. ആകെ ആറ്റങ്ങൾ ചോദിച്ചാൽ 2 10 10 ക്ലോറിൻ ആറ്റങ്ങളുണ്ട്. ഇനി ചുവടെ നിൽക്കുന്ന തന്മാത്രകളുടെ എണ്ണവും ആകെ ആറ്റങ്ങളുടെ എണ്ണവും കണ്ടെത്തുക എന്നാണ് പറയുന്നത്. H2 എന്ന് പറയുന്നത് എന്താണ്? തന്മാത്രകൾ എത്ര എണ്ണം ഉണ്ട് ഇതില്? ഒരു തന്മാത്രയാണുള്ളത്. 1 × 2. ഇതിന് തന്മാത്രകൾ എത്ര ഉണ്ട്? നമ്മൾ ഇവിടെ ഉള്ളതാണ്. ഓക്കെ, 5 എന്ന് പറയണു. അപ്പൊ നമ്മൾ എത്ര ആകെ ആറ്റങ്ങൾ എത്ര എണ്ണം ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ 5 × 2 ആണ് 10. ഓക്കെ, അടുത്തത് 6N2 ആണ്. 6 ആണ് തന്മാത്രകളുടെ എണ്ണം. 2 പറയുന്നത് ആറ്റത്തിന്റെ എണ്ണം. 6 12. ഓക്കെ, 6 × 2 12 ആകെ ആറ്റങ്ങളുണ്ട്. ദെൻ 4 Cl2 ആണ് തന്നത്. 4 തന്മാത്രകളും 4 2 8. ഓക്കെ, 4 2 8 ആറ്റങ്ങളും ആണുള്ളത്. പിന്നെ സൾഫർ 8 ആണ് തന്നത്. അപ്പൊ അവിടെ എന്താണ്? 1. ഇവിടെ ഒന്നുമില്ലല്ലോ, അപ്പൊ 1 എന്നുള്ള മീനിങ് ആണ്. ഒരു തന്മാത്രയാണുള്ളത്. 1 × 8. സോ 8.
ഇനി സംയുക്തങ്ങളുടെ രാസസൂത്രമാണ് പറയുന്നത്. സംയുക്തങ്ങളും അവയുടെ രാസസൂത്രം. അപ്പൊ ജലത്തിന്റെ തന്നു H2O എന്നുള്ള രീതിയിൽ, NH3 എന്നുള്ള രീതിയിൽ, കാർബൺ ടെട്രാക്ലോറൈഡ് ഉണ്ട്, കാർബണും 4 ക്ലോറിൻ ആറ്റങ്ങളും ആണുള്ളത്. ഇനി നമുക്ക് നോക്കാം. ഹൈഡ്രജന്റെയും ക്ലോറിന്റെയും പ്രതികൾ എഴുതി നോക്കൂ. ഹൈഡ്രജൻ ക്ലോറൈഡ് തന്മാത്ര ഒരു ക്ലോറിൻ ആറ്റം അടങ്ങിയിരിക്കുന്നു. ഹൈഡ്രജൻ ക്ലോറൈഡിന്റെ ഒരു തന്മാത്ര എങ്ങനെ സൂചിപ്പിക്കും? ഹൈഡ്രജൻ ക്ലോറൈഡ് ആണിത്, HCl എന്ന് പറയുന്നത്. ഓക്കെ, HCl, ഹൈഡ്രജൻ ക്ലോറൈഡ്. ഇതുപോലെ ജലത്തിലെ തന്മാത്രകളെ എങ്ങനെ സൂചിപ്പിക്കാം എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അമോണിയ എന്ന് പറയുന്ന അമോണിയത്തിൽ നൈട്രജനും H ഉണ്ട്, NH3 നമ്മൾ ഓൾറെഡി പറഞ്ഞു, NH3 ആണ് അമോണിയ എന്ന് പറയുന്നത്. അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഉണ്ട്, ദെൻ എന്തുണ്ട്? ഓക്സിജൻ ഉണ്ട്, ദെൻ കാർബൺ C, ഓക്സിജൻ O, ദെൻ നമ്മൾ എത്ര കൊടുക്കും? കാർബണിൽ 1 ഉണ്ട്, ഓക്സിജൻ 2 CO2. ദെൻ സൾഫ്യൂരിക് ആസിഡ് ആണ്, H2SO4 ആണ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത്. സോ നമുക്ക് H2 ഹൈഡ്രജൻ എത്ര ഉണ്ട്? 2 ഉണ്ട്. S പറയണ 1 ഉണ്ട്. ദെൻ ഓക്സിജൻ എന്ന് പറയുന്നത് എത്ര ഉണ്ട്? 4 ഉണ്ട്. അടുത്തത് കാർബൺ ടെട്രാക്ലോറൈഡ് CCl ആണ്. അപ്പോൾ കാർബണിന് C, ക്ലോറിന് Cl, പിന്നെ 1 ഉണ്ട്, ദെൻ 4 ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. 3CO2 അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ ആകെ ആറ്റങ്ങളുടെ എണ്ണം കാണാം. തന്മാത്രകളുടെ എണ്ണം എത്രയാണ്? നമ്മളിവിടെ കാണുന്നുണ്ട്, ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് 3 എന്നുള്ളതാണ്. ആറ്റങ്ങൾ എത്ര എണ്ണം ഉണ്ട് ചോദിച്ചു വെച്ചാൽ 3C. ഓക്കെ, C 3 × 1 3, ദെൻ O2 × 3, അത് 3 2 6. ഓക്കെ, ആകെ ആറ്റങ്ങൾ പറയുന്നത് 3 6 9 എണ്ണം. അങ്ങനെ നമ്മൾ 2HCl ഇങ്ങനെയുള്ള സംയുക്തങ്ങളിൽ കണ്ടെത്തുന്ന കാര്യമാണ് പറയുന്നത് ആകെ ആറ്റങ്ങളുടെ എണ്ണം. അപ്പോൾ 4S ഉണ്ട്. ഓക്കെ, 4S, അപ്പോൾ എന്താണ്? 4 × 1 ആണ്. 4 × 1 ഉണ്ട്, അപ്പോൾ അതായത് 4 ഉണ്ട്. ദെൻ അടുത്തത് പറയുന്നത് S ഉണ്ട്. 4S ആണ് നമ്മൾ നോക്കിയത് അല്ലേ. ഇനി അടുത്ത് 4 × O2 ഉണ്ട്. O2 2 ഉണ്ട്. സോ 8 ഉണ്ട്. 8 4 എത്ര ഉണ്ട്? 12 എണ്ണം ഉണ്ട്. അടുത്തത് 3C2 ആണ്. അപ്പോൾ നമ്മൾ തന്മാത്രകളുടെ എണ്ണം 3 എണ്ണമാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 3 × കാർബണിൽ 2 എണ്ണം ഉണ്ട്, 3 2 6 കിട്ടി. ദെൻ 3 × 5 ആണ്, 5 15 കിട്ടി. അടുത്തത് 3 × O ആണ്, ഓക്സിജൻ ആണ്, ഒന്നേ ഉള്ളൂ. 3 × 1 കിട്ടി, അതായത് 3 കിട്ടി. ദെൻ H ഉണ്ട്, 3 × 1 ആണ്, അതും 3 കിട്ടി. സോ 3 3 3 6, പിന്നെ 15 ഉണ്ട്, 6 ഉണ്ട്. 3 3 6 6 6 12, 12ഉം 15 എത്രയാണ്? 27. ഓക്കെ, അടുത്തത് നോക്കിയേ 2C6. അതിൽ തന്മാത്രകൾ പറയണത് ഇവിടെ ഉള്ളത് തന്മാത്ര 2 എണ്ണമാണ്. C6 എന്ന് പറയുന്നത് 2 × 6 ആണ്, 12 കിട്ടി. ദെൻ 2 × 12, അത് എത്ര കിട്ടി? 24 കിട്ടി. അടുത്തത് 2 × ഓക്സിജനിലാണ് 6 ആറ്റങ്ങളാണുള്ളത്, 2 × 12 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് 12 ഉണ്ട്, 12ഉം 12ഉം 24, 24 24 എത്രയാണ്? 24 24 48. ഓക്കെ, അതും കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാം രാസസമവാക്യങ്ങളാണ്. കാർബൺ ഹൈഡ്രജൻ സംയോജിച്ച് കാർബൺ ഡൈ ഓക്സൈഡ്. ഈ പ്രവർത്തന അഭികാരങ്ങൾ ഏവ, ഉൽപ്പന്നങ്ങൾ ഏതാ? ഇവരെയാണ് അഭികാരങ്ങൾ എന്ന് പറയുന്നത്. ആരൊക്കെയാണോ ചേരുന്നത് അവരാണ് അഭികാരങ്ങൾ. കാർബണും ഓക്സിജൻ അഭികാരങ്ങൾ, നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നം കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് അഭികാരങ്ങളെ ഉൽപ്പന്നങ്ങൾ സൂചിപ്പിക്കുന്നതിന് അവയുടെ പ്രതീകങ്ങൾ, രാസസൂത്രങ്ങൾ ഉപയോഗിക്കുക. CaCO3. ഓക്കെ, കാൽസ്യം കാർബണേറ്റ് എന്തായി മാറുന്നു? കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മാറുന്നു. ഓക്കെ, ഇതും നമുക്ക് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റേത് നമ്മൾ എന്തായിരുന്നു? കാർബൺ പ്ലസ് O2 ഗീവ്സ് CO2. ഈ രണ്ടും നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. CaCO3 കാൽസ്യം ഓക്സൈഡ് ആണിത്. കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ആണ് നമുക്ക് എന്തുണ്ട്? കാൽസ്യം കാർബണേറ്റ് വിഘടിച്ചാൽ കിട്ടുന്നത്. ഓക്കെ, കാൽസ്യം കാർബണേറ്റ് വിഘടിക്കുമ്പോൾ കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ട് മാറുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കാം. അടുത്ത നമുക്ക് ഒരു അതിലുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ളത് മാത്രം പറഞ്ഞു നോക്കാം, എല്ലാം ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഫ്രാൻസിയാണ്. ഫ്രാൻസിയെ നമ്മൾ എന്ത് വെച്ച് സൂചിപ്പിക്കുന്നു? FR എന്ന് പറയുന്നു. ഓക്കെ, FR എന്ന് പറഞ്ഞ് സൂചിപ്പിക്കുന്നതാണിത് ഫ്രാൻസിയം. ആ ഫ്രാൻസിയം എന്ന് പറയുന്നത് എന്താ? ഫ്രാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജ്യത്തിന്റെ പേരാണ്. ഓക്കെ, ഫ്രാൻസ് എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ പേരാണ്. അടുത്തത് നോക്കിക്കേ,
അടുത്തത് എന്താണ്? ക്യൂറിയം ആണ്. ക്യൂറിയം നമ്മൾ എന്താണ്? CM ആണ്. ഓക്കെ, CM എന്നുള്ളതാണ് ക്യൂറിയം. ക്യൂറിയം എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞയുടെ, മേരി ക്യൂറിയുടെ സ്മരണാർത്ഥാണ്, ശാസ്ത്രജ്ഞയാണ്. അടുത്തത് നോക്കിക്കേ, റുബീഡിയം ആണ്. റുബീഡിയം എന്ന് പറയുന്നത് RB ആണ്. റുബീഡിയം RB ആണ്. റുബീഡിയം എന്ന് പറയുന്നത് എന്താണ്? റുബീഡിയം എന്ന് പറയുന്നത് എന്താണ്? അവിടെ നിൽക്കട്ടെ കേട്ടോ, എനിക്ക് ഓർമ്മയില്ല. ഇനി നെപ്റ്റ്യൂണിയാണ്. നെപ്റ്റ്യൂണിയം എന്ന് പറയുന്നത് എന്താണ്? നെപ്റ്റ്യൂൺ എന്ന NP ആണ്. NP എന്ന് പറയുന്നത് എന്താണ്? നെപ്റ്റ്യൂൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്രഹമാണ് അല്ലേ? നെപ്റ്റ്യൂൺ എന്ന് പറയുന്നത് ഒരു ഗ്രഹമാണ്. ദെൻ യൂറോപ്പിയം ഉണ്ട്. EU എന്നുള്ളതാണ് യൂറോപ്പിയം. യൂറോപ്പിയം എന്ന് പറയുന്നത് എന്താണ്? ഒരു വൻകരയുടെ അല്ലെങ്കിൽ ഭൂഖണ്ഡത്തിന്റെ പേരാണ്. ഓക്കെ, ഭൂഖണ്ഡത്തിന്റെ പേരാണ്. അടുത്തത് ടൈറ്റാനിയം ഉണ്ട്. ടൈറ്റാനിയത്തെ നമ്മൾ ടൈറ്റാനിയത്തെ നമ്മൾ പറയുന്ന TI വെച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. ടൈറ്റാനിയം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഉപഗ്രഹമാണ്. സോ നമ്മുടെ റുബീഡിയം എന്താണ് മക്കളെ? റുബീഡിയം എന്ന് പറയുന്നത് ഒരു നിറമാണ്. ഓക്കെ, റുബീഡിയം നിറമാണ്. ശരിയാണല്ലോ അല്ലേ, റുബീഡിയം ഒരു നിറമാണ്. ഓക്കെ, അപ്പൊ ഫ്രാൻസിയം FR നമ്മൾ രാജ്യത്തിന്റെ പേരാണ്. ക്യൂറിയം എന്താണ്? CM ആണ്. CM എന്ന് പറയുന്ന ശാസ്ത്രജ്ഞയാണ്. റുബീഡിയം RB ആണ്, അതൊരു നിറത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പേരാണ്. നെപ്റ്റ്യൂണിയം NP ആണ്. NP എന്ന് പറഞ്ഞ ഇത് ഒരു ഗ്രഹത്തിന്റെ പേരാണ്. അടുത്തത് യൂറോപ്പിയം EU ആണ്, ഒരു വൻകര ഭൂഖണ്ഡത്തിന്റെ പേരാണ്. ടൈറ്റാനിയം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഉപഗ്രഹമാണ് ടൈറ്റാനിയം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ആറ്റങ്ങൾ ഏതിലാണ് എന്ന് കണ്ടെത്തൂ എന്നുള്ളതാണ്. ഇത് ആറ്റങ്ങളെ കണ്ടെത്താനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ വീണ്ടും പറയണമെങ്കിൽ പറയാം, നമുക്ക് നോക്കാം. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് ഇവിടെ നിന്ന് നോക്കി പോവാം. 5NH3, അതായത് അമോണിയയുടെ കാര്യമാണ് പറയുന്നത്. ഇതിൽ നമ്മൾ എത്ര തന്മാത്രകൾ ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര തന്മാത്രകളാണ്? 5 തന്മാത്രകൾ. 2H2ൽ എത്ര തന്മാത്രകളുണ്ട്? 2 തന്മാത്രകൾ. 5NO2ൽ 5 തന്മാത്രകൾ. ഇതിൽ എത്രയാണ് തന്മാത്രകൾ? 4 തന്മാത്രകൾ. ഓക്കെ, നമ്മളടുത്ത് ചോദിച്ചിരുന്നത് ടോട്ടൽ ആറ്റങ്ങളാണ്. അതിൽ ഏറ്റവും കൂടുതൽ ആറ്റം ആർക്കാണുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ 5N ആണ് ഫസ്റ്റ്. 5 × 1 ആണ്. ദെൻ സമം 5 കിട്ടി. ദെൻ H3 ആണ്. 5 × 3 ചെയ്തു. 3 5 15 കിട്ടി. ടോട്ടൽ നമുക്ക് കിട്ടുക 20 ആണ്. ഓക്കെ, അടുത്ത പറയാൻ 2H2 ആണ്. 2H2 2 × 2 ആണ്. സോ 4 കിട്ടും. ആൻഡ് 2 × 1 ആണ്. സോ 1 കിട്ടും. അത് നമ്മൾ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ 5 കിട്ടും. അടുത്ത പറയുന്നത് 4CO2ന്റെ കാര്യമാണ് പറയുന്നത്. 5NO2 ഉണ്ട് ഇതിൽ. അപ്പോൾ 5NO2 നോക്കാം. 5 × 1 ചെയ്യുക. 5 × 1 5 ആണ്. ദെൻ O ഉണ്ട് അല്ലേ, O2 ഉണ്ട്. അപ്പോൾ 5 × 2 ചെയ്യുക. 5 10 ആണ്. സോ ടോട്ടൽ 15 ആണ്. അടുത്തത് 4CO2 കാർബൺ ഡൈ ഓക്സൈഡിന്റെ കാര്യമാണ് പറയുന്നത്. 4 × 1 ഉണ്ട്. അപ്പോൾ നമുക്ക് 4 കിട്ടും. ദെൻ 4 × O2 ഉണ്ട്, 2 ഉണ്ട്. 24 8 കിട്ടും. 8 4 12 കിട്ടും. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ആരാണ്? 5NH3യിലാണ് ഏറ്റവും കൂടുതൽ ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഉള്ളതാണ്. ഓക്കെ, അതൊന്ന് നോക്കിയിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, അതെന്താ നോക്കി പട്ടിക പൂർത്തിയായി. ഇൻഡിഗോ എന്ന് പറഞ്ഞ സാധനമാണ്. ഓക്കെ, ഇൻഡിയം ഇൻഡിഗോ എന്ന് പറഞ്ഞ നിറത്തിനെ ആസ്പദമാക്കിയിട്ടാണ് IN. VIP ആണ്. നമുക്ക് ഇതൊക്കെ ഒന്ന് പഠിച്ചു പോകുന്നത് നല്ലതാണ്. ഓക്കെ, ഇൻഡിഗോ നിറമാണ് IN എന്ന് സൂചിപ്പിക്കുന്നു. റൂദർഫോർഡ് ശാസ്ത്രജ്ഞനാണ് RF എന്ന് പറഞ്ഞത്. അപ്പം എന്താണ്? റൂദർഫോർഡിയം അല്ലെ, റൂദർഫോർഡിയം. ഓക്കെ, റൂദർഫോർഡിയം എന്ന് പറയുന്നത് റൂദർഫോർഡിൻ്റെതാണ്. ജർമേനിയം പറഞ്ഞിട്ടുള്ള മൂലകം ഉണ്ട്. അതെന്താണ്? ജർമ്മൻ എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യത്തിന്റെ പേരാണ് അല്ലെ, ജർമ്മൻ രാജ്യത്തിന്റെ പേരാണ്. ജർമേനിയം GE ആണ് സൂചിപ്പിക്കുക. ഓക്കെ, ജിയുടെ കോലം GE എന്ന് പറയുന്നത്. സിൽവർ അർജന്റമാണ്, ലാറ്റിൻ നാമമാണ്. നമ്മളറിയാം AG എന്നാണ്. സിൽവറിന് വെള്ളി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇത്രയാണ്. ഇനി താഴെ ഒന്നും കൂടി ഉണ്ട്, അതും കൂടി നമുക്ക് നോക്കാം. ഡോബറൈനർ, ലാവോസിയ, ന്യൂലാൻഡ്, മെൻഡലിയഫ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ഡോബറൈനർ എന്ന് പറഞ്ഞ വ്യക്തി എന്താ ചെയ്തത്? ഫസ്റ്റ് പറയുന്നത് മൂലകളെ രാസഭൗതിക ഗുണങ്ങൾ അവയുടെ അറ്റോമിക മാസിന്റെ ആവർത്തന ഫലമാണെന്ന് പറഞ്ഞത് ആരാണ്? മെൻഡലിയഫ് ആണ് അല്ലെ, മെൻഡലിയഫ് ആണ്. എങ്ങനെയും വേണമെങ്കിൽ എഴുതാം. ഓക്കെ, സമാന ഗുണങ്ങളുള്ള മൂന്ന് മൂലകം ആരാണ്? 3 മൂലകത്തിന്റെ ആള്. 3 മൂലകത്തിന്റെ ആളാണ് ഡോബറൈനർ. ഓക്കെ, ത്രികങ്ങൾ എന്ന് പറഞ്ഞിട്ട്. മൂലകങ്ങളെ ലോഹങ്ങളും അലോഹങ്ങളായത് ആരാണ്? ലാവോസിയ. ഓക്കെ, ലാവോസിയ. അടുത്ത മൂലകളെ അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിക്കുമ്പോൾ 8ാമത് വരുന്ന ഓരോ മൂലകം ഗുണങ്ങളിൽ ആദ്യത്തിന്റെ ആവർത്തനമാണ്. സപ്തസ്വരങ്ങളുടെ അടിസ്ഥാനത്തിൽ അഷ്ടക നിയമപ്രകാരം നമ്മുടെ ആരാണ്? ന്യൂലാൻഡ് ആണ്.
പുതിയ സ്ഥലത്തെത്തും. ഞാനൊരു കോഡ് പറയാം. കോഡ് എന്നല്ല, പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ന്യൂലാൻഡ് പുതിയൊരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു വെച്ചാൽ നമ്മൾ നമ്മുടെ ഈ രാജ്യമൊക്കെ വിട്ട് ഇന്ത്യ വിട്ട് പുറത്തെത്തി കഴിഞ്ഞാൽ നമുക്ക് വായ തുറന്ന് നമ്മുടെ ഇഷ്ടത്തിന് ഒരു പാട്ടാണ് പാടാം എന്ന് വിചാരിക്കുക. അപ്പൊ സപ്തസ്വരങ്ങളുടെ ആവർത്തനത്തിൽ, അതായത് സാരി ഗമ പ ധ നി സ വീണ്ടും സ. ഓക്കെ, അപ്പൊ ആ ഒരു രീതിക്ക് പാടി നടക്കുകയാണ് പുതിയ സ്ഥലത്ത് പോയിട്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള മൂലകങ്ങളെ ആരോഹണ ക്രമത്തിൽ വിന്യസിക്കുമ്പോൾ 8ാമത് വരുന്ന ഓരോ മൂലകവും ആദ്യത്തേന്റെ ആവർത്തനാണെന്നുള്ളത് നമ്മുടെ ന്യൂലാൻഡ് ആണ്. ഡോബറൈനർ എന്നുള്ളത് ഞാൻ ത്രികങ്ങൾ എന്ന് പറയുന്നത് ഡോബറൈനർ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക.